പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, ഇതാണ് നമ്മുടെ തൊടി. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ മൊബൈലിലും ഇതിലൊക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ ഇട്ടത്. ആരും ഇത് വാങ്ങാൻ വരുന്നത് കാണാനില്ല. വാങ്ങാൻ വരാണ്ടായപ്പോൾ ഞാൻ ഈ ഇഞ്ചി വെച്ച കണ്ടം കൊടുത്തു. വേണ്ട, ഇഞ്ചി വെച്ചിരിക്കുന്നു. ഇഞ്ചി വെച്ച കണ്ടത്തിന് കൊടുത്തു. വൈര് കത്തി കൊടുത്തു. ഇത് വേണ്ട, ചെറുതും ഇതും. നമുക്ക് എന്താ പറയുക, ഒരു മാസത്തിന് 30,000-30,000 റുപ്യ മരുന്ന് വേണം. പിന്നെ കടം, കാര്യങ്ങൾ, ലോണ് ഒക്കെ ഇട്ട് പോകണില്ല. ഞാനും പണിക്ക് പോകണ്ടിരുന്നപ്പോൾ എല്ലാം ഇട്ട് പോകും. കടത്തോടെ കടവായി. ഇത് തൊടി കൊടുത്താണെങ്കിൽ ഇതാണ്ട പുല്ല് പോത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടക്കണതാണ്. ഇതിൽ വല്ല വീട് കയറ്റാനേ പറ്റുള്ളൂ, പഞ്ചിടാനൊന്നും പറ്റില്ല. ഇത് കൊടുക്കാൻ പറഞ്ഞ് നോക്കി ഇതിനൊരു മനുഷ്യൻ വരുന്ന കാണാനില്ല. എന്നിപ്പോൾ എന്താ എനിക്ക് അധികമായിട്ടുണ്ടോ, എനിക്ക് വയസ്സുകാലത്ത് ഞാൻ ജീവിക്കാൻ വേണ്ടി നിർത്തിയത് വെച്ചതാണ് പോയി. കഴിഞ്ഞ പ്രാവശ്യം നിറയെ വെച്ചുണ്ടാക്കി. കൂർക്ക, പിന്നെ കടല, പയർ, വെണ്ട, വഴുതനങ്ങ, എല്ലാം നിറയെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചുണ്ടാക്കിയതിൽ കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. കൊടുക്കുകയല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. കുറച്ച് പയിര് മാത്രം കുത്തിയിട്ടു. ആ കുത്തിയിട്ട പയിര് അങ്ങനെ വലിക്കാൻ പോകണം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പോകും. എന്തെങ്കിലും കിടക്കണേയും കൂടി കാണില്ല. എൻ്റെ പൊന്താ, ആരും വാങ്ങലാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തന്നെ. ഞാൻ ഇത്തിരി ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂർക്ക കിട്ടി, നിലക്കടല കിട്ടി, പയർ, വെണ്ടയ്ക്ക. പയറൊക്കെ ഒരുപാട് വിറ്റു. തുവരയും പയറൊക്കെ 10-1100 റുപ്യക്ക് വിറ്റു. ഇപ്പോൾ ഇങ്ങനെ പൊന്തൻ്റെ ഉള്ളിൽ എങ്ങനെ മനുഷ്യൻ പോകുക? കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടതിൽ ഞാൻ ഇത്തിരി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചെയ്യാൻ മലപ്പ് തോന്നുന്നു. വലിയ പഞ്ചായത്തിൽ തന്നെ എഴുതി കൊടുക്കണം, തൊഴിലുറപ്പിന്. ഇത് കൊടുക്കുക. ഇത് ഒന്നും ചെയ്യാൻ പറ്റുണ്ടായാലും ഇങ്ങനെ കിടക്കുകയല്ലേ, പന്നി കിടന്നാലും കൂടി കാണില്ല. ഒന്ന് ഇത് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് അതവിടെ ഇട്ട് എനിക്ക് വയസ്സുകാലത്ത് അതിലുള്ള ഒരു കഞ്ഞിയോ വെച്ചുണ്ടാനായി വേണ്ടിയിരുന്നാ. ഇത് വന്ന് നോക്കണവരൊക്കെ അവർക്ക് പോരാ. ഇവർക്ക് എന്താ പറയുക, ഈ വഴിയൊന്നും പോരാ, വണ്ടി ഇമ്മർത്ത് വരണം വേണ്ടി പോവുക. ഞങ്ങളൊക്കെ വന്നിരുന്നിട്ട് 10-15 കൊല്ലം കണ്ടാണ് ഞങ്ങൾക്ക് ഇമ്മർത്ത് വഴി പറഞ്ഞത്. അതുവരെ ഞങ്ങൾ വീട് കയറ്റുള്ള സാധനമൊക്കെ താൽച്ചോമ്പിയിലാണ് കടത്തിയത്, ആളിനെ വിട്ടിട്ട്. ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് വഴി വന്നത്. പക്ഷെ അതുപോലെയല്ല ഇപ്പോൾ വാങ്ങണവർക്ക് അത് വഴി വേണം, നല്ല വാങ്ങുള്ളൂ. ഇത് കൊടുത്താണെങ്കിൽ ഇപ്പോൾ എനിക്ക് വയറ് കത്തില്ല. എനിക്ക് കൊടുത്തിട്ടിപ്പോൾ എന്താ കാര്യം? എനിക്ക് നാളെ മറ്റന്നാൾ 10-15,000 റുപ്യ വേണം. അവരാണെങ്കിൽ കർക്കിടക മാസം കഴിയാണ്ട് രേഷയായില്ല, നായന്മാരാണ്. കർക്കിടക മാസം കഴിയാണ്ട് തരില്ല എന്നും പറയുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും വേണ്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ലോണും കാര്യങ്ങളും മറ്റന്നാൾ അവളെ സ്കാനിങ്ങിന് കൊണ്ടുപോകണം. ഒരുപാട് കടങ്ങളും. 10,000 റുപ്യേൻ്റെ ചിലവുണ്ട് മറ്റന്നാൾ. അയാൾ തരണം പറഞ്ഞിട്ട് അയാളെ കൊണ്ട് ചോദിക്കുമ്പോൾ അയാൾ കർക്കിടം കഴിയട്ടെ നമ്മുടെ മുതലും കൊടുത്തിട്ട് വെറുതെ കൊടുക്കുമ്പോൾ പോലെ കൊടുത്തു. എന്താ പറയുന്നത്, പറക്കി 10,600. അങ്ങനെ വരുമ്പോൾ സെൻറ്റിന് എത്ര വരും? പറക്കി 10,600. ഒരു സെൻറ്റിന് 10,600. ഒരു സെൻറ്റിന് ഒരു പറക്കി വന്നിട്ട് 1,06,000. നഷ്ടമല്ലേ? കൊടുക്കണ വേണ്ടി പോകുമ്പോൾ അത്രേ കിട്ടുള്ളൂ വില. എന്താ ചെയ്യുക? നമ്മുടെ ഇപ്പോൾ ഗതികേടും കൊണ്ട് ഞാൻ കൊടുത്തിപ്പോൾ. യോഗം ഉണ്ടെങ്കിൽ അവിടെയും വാങ്ങാം. തൊഴിലുറപ്പ് പഞ്ചായത്തിൽ പോകാൻ തൊഴിലുറപ്പ് കേട്ടുവേണ്ടി നല്ല മരുന്ന്. അതൊക്കെ വെട്ടിയിട്ട് വേലിയും കെട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ടാ പൂളത്തറി വയ്ക്കാം. പൂളത്തറി നിറയെ ഉണ്ടാക്കിയിട്ടാണ് വീട്ടിൽ, അതുകൊണ്ട് വയ്ക്കാം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോകാൻ പേടിയാകണേ. ഞാൻ കൊടുക്കണില്ല പറയുകയാണെങ്കിൽ ഇത്തിരി ചെയ്തന്നെ. ഇത്തിരി ചെയ്താണിപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 5-6 കിലോ നിലക്കടല കിട്ടി, കൂർക്കയും കിട്ടി, ഒക്കെ കിട്ടി. ഇതെന്ത് പപ്പാളിങ്ങനത്? ഇതാണ് പപ്പാളിങ്ങ. ഇതിലൊന്നും പപ്പാളിങ്ങ ഉണ്ടാകും തോന്നുന്നില്ല. കാസ്തുമ്പ വേണ്ടതാ, വെള്ള കസ്തുമ്പ, വെള്ള. ഇത് വയലറ്റ്. തൊഴിലുറപ്പിന് പോയിട്ട് വരുമ്പോൾ ഇത് കൊണ്ടിട്ട് വലിച്ചതാണ്. രസമാണ്.